ഹലോ ഫ്രണ്ട്സ്, പെപ്പർ ഹോം ഗാർഡൻ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ചെറിയ ടോപ്പിക്കുമായിട്ടാണ്. നമ്മളെ കുളിബ്രീനം, അതായത് തിപ്പിലി, കാട്ടുതിപ്പിലി എന്ന് പറയുന്നത് നമ്മൾ കുറ്റിക്കുരുമുളകൊക്കെ അല്ലെങ്കിൽ വള്ളിക്കുരുമുളക് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് നട്ട് പിടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇതുപോലെ കുറച്ച് വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ചിട്ട് നമ്മളത് അത്യാവശ്യം ഹൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തു. അതായത് ഉണ്ടോ, ഇതുപോലെ ഇവിടുന്ന് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തിട്ട് നമ്മൾ കിട്ടിയ തണ്ട് നമ്മളെടുത്ത് ഇതുപോലെ ചെറിയ വെള്ളത്തിൻ്റെ അകത്ത് നമ്മളിട്ട് വെച്ചു. ഇതുപോലെ ഇട്ട് വെച്ചു. അപ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉണ്ടോ, അതുപോലെ നമുക്ക് വേര് വന്നു. അപ്പോൾ ഒരു ഈ കണ്ടീഷനിൽ വേരൊക്കെ ആകുമ്പോൾ നമുക്ക് നടാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒത്തിരി വേരൊക്കെ നമുക്ക് നടാൻ പാടാണ്. ചെറിയ കവറിൻ്റെതൊക്കെ ആണെങ്കിൽ നടാൻ പാടാണ്. പിന്നെ ഇത് വേര് വരുന്നതേ ഉള്ളൂ, കുറച്ചായതേ ഉള്ളൂ. അപ്പോൾ ഇത് നടണ്ട. ഇത് നമ്മൾ ഇതുപോലെ തന്നെ വെള്ളത്തിലേക്ക്, അതായത് വെള്ളം ഒത്തിരി മുക്കരുത്, ഒരു ഇത്രയും വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിൽ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുക. ഒത്തിരി വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതുപോലെ വേര് വരും, ഇവിടുന്ന് വേര് വരും. ഇതുണ്ടോ, അപ്പം ഇതിൻ്റെ ഉണ്ടോ, താഴെ നിന്നും വേര് വന്നിട്ടുണ്ട്, ഇവിടെ മുട്ടിൻ്റെ അവിടെ നിന്ന് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേര് വരാതിരിക്കാൻ, ഒത്തിരി വേര് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒത്തിരി ഫുള്ളും മുങ്ങാതെ ഒരു ശകലം മാത്രം വെള്ളത്തിൽ മുക്കിയിടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലോണം ഇതുപോലെ വേര് വരും. അപ്പോൾ അത് നമ്മളിങ്ങനെ നടുന്നില്ലാത്ത തിരിച്ചങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നടാൻ എടുക്കുകയാണ്. വേരുണ്ട്, ഇത് നല്ലോണം വേരുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമ്മളോരോ ബ്രാഞ്ചുകൾ എടുത്തിട്ട്, ബ്രാഞ്ച് വേണമെന്നൊന്നുമില്ല, ഒരു ഇത്ര നീളൊരു ചെറിയൊരു കട്ട് പീസ് കിട്ടിയാലും മതി. നമുക്ക് ഇതുപോലെ മുള വന്ന് സെറ്റായിക്കോളും. അപ്പം ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുന്നൊക്കെ വേര് പിടിച്ച് സെറ്റായി കഴിയുമ്പോൾ പൊടിഞ്ഞു പോയിക്കോളും. എന്നിട്ട് ഇവിടുന്ന് പുതിയ പുതിയ ക്ലിപ്പുകൾ വന്നോളും. അപ്പോൾ നമ്മളിത് നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചെറിയ ഗ്രോ ബാഗ്, അതായത് നമ്മൾ നടുന്ന ഗ്രോ ബാഗിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ കുഴികുത്തിയല്ല വെക്കുന്നത്. കുഴികുത്തി വെച്ച് കഴിഞ്ഞാൽ വേറെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കുത്തി ഇറക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടത്ര എത്രയാണോ മണ്ണ് വേണ്ടത് അത്രയും നമ്മളിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും വൈകിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. നമുക്ക് വേറെ ഒരു വർക്കൊന്നും ഇല്ല. അപ്പം നമ്മളിതുണ്ട്, നമ്മളങ്ങനെ നട്ട് കിളിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ. വേണ്ട, ഇതൊക്കെ നമ്മൾ വെച്ചാണ്. ഇത് അത്യാവശ്യം ഒരു നമുക്ക് എത്രയാണോ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു ഹൈറ്റ് ആകുമ്പോൾ നമ്മളവിടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മളതും ഇതുപോലെ തന്നെ വേര് പിടിപ്പിക്കാൻ വെക്കുക. ഇതൊക്കെയാണ് അങ്ങനെ കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച് വന്നേക്കുന്നതാണ്. ഇതൊരു കുറച്ചുകൂടെ ഹൈറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്യുവോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുവോ, അല്ലെങ്കിൽ ഇച്ചിരി ഹൈറ്റ് വെച്ച് കട്ട് ചെയ്യുവോ ഒക്കെ ചെയ്ത് നമുക്ക് പുതിയ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ കുറച്ച് നാളായി വാങ്ങിച്ചു വെച്ചിരുന്ന തൈയാണ്. അത്യാവശ്യം വേരുണ്ടോ, ന്യായമായിട്ട് വേരുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കട്ടിയുള്ള വേരുകളായതുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ കുളിബ്രീനം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. തണ്ടിനൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്, കുരുമുളകിൻ്റെ പോലെയല്ല. അപ്പം ഇതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വള്ളിയാണെങ്കിലും കുറ്റിയാണെങ്കിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുക. ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മണ്ണി നടുക. ചെറിയൊരു ജലാംശം കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഇത് ചെറിയൊരു കുഞ്ഞു തണ്ടാണെങ്കിലും ഇത് കിളുത്ത് വരുന്നുണ്ടോ, ഇത് ചെറിയൊരു പീസ് ഇട്ടതാണ്. ഇത് തന്നെ കിളിപ്പ് വന്നിട്ടുണ്ട്. അപ്പം കുളിബ്രീനം എന്ന് പറയുന്നത് നമ്മൾ തണ്ട് എത്ര മുറിച്ച് വെച്ചാലും അതിൻ്റെ എല്ലാം കിളുത്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് അതുപോലെ തന്നെ വലിയൊരു കമ്പ് വെച്ചതാണ്. ഇത് നല്ലോണം ഇവിടെ കുറേ എല്ലായിടത്തും എല്ലാ മുട്ടയിലും കിളിപ്പ് വന്നിട്ടുണ്ട്. ഈ കിളിപ്പ് നല്ല സൈഡ് ബ്രാഞ്ച് ആക്കി കഴിയുമ്പോൾ ആ ബ്രാഞ്ച് വേണേൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വേര് പിടിപ്പിച്ചെടുക്കാം. ഡയറക്റ്റ് മണ്ണി കുത്തി വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് മണ്ണി കുത്തി വെച്ച് കഴിഞ്ഞാൽ വേറെ ആയില്ലെന്ന് അറിയത്തില്ല. ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വേര് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് വേറെ ആയത് ഇതുപോലെ ബാഗിനകത്ത് നട്ട് വെക്കുക. അപ്പം ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയും കുറച്ചുകൂടെ നമുക്ക് ചെയ്ത് വെക്കാനുണ്ട്. നമ്മൾ പറമ്പിലും എല്ലായിടത്തും നടുന്നുണ്ട്. നട്ടതൊക്കെ എല്ലാം ഓരോ പ്രാവശ്യം കട്ട് ചെയ്തുകൊണ്ടുവന്ന് നമ്മളിതുപോലെ അടുത്ത പ്രാവശ്യം
അടുത്ത സീസണിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വേര് പിടിപ്പിക്കുന്നത്. കവറിൽ നട്ട് വെച്ചാലും കുഴപ്പമില്ല. വേര് പിടിപ്പിക്കുന്നതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഈ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്. ഇത് തണ്ട് ചീത്തയായി പോകുന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.